പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനോടൊപ്പം ചേർന്ന നടൻ ടിനി ടോമിന് വന്നു ചേർന്ന ഐശ്വര്യം നോക്കണേ. മകൻ ആദം കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പുതുയുഗ യാത്രയിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ടിനി ടോമിന് ദൈവം നേരിട്ട് തന്നെ വലിയൊരു അനുഗ്രഹം അയച്ചു കൊടുത്തത്. സ്വന്തം മകൻ കഞ്ചാവ് കൈവശം വെച്ചതിന് കൊച്ചിയിലെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അറസ്റ്റിലായിരിക്കുകയാണ്. പ്രദേശത്ത് രാത്രി പോലീസ് പട്രോളിങ്ങിനിടെ 3 യുവാക്കളെ സംശയാസ്പദമായിട്ട് പോലീസ് കാണുകയാണ്. തുടർന്ന് ഇരുട്ടത്ത് നിന്ന യുവാക്കളെ ഇറങ്ങി പരിശോധിച്ചപ്പോൾ കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് അറിയുന്നത് അതിലൊരാൾ ടിനി ടോമിന്റെ മകൻ ആദമാണെന്ന്. നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും വലിയ വാർത്താ വിസ്ഫോടനം കണ്ടോ? കണ്ടില്ലല്ലോ. ഈ അടുത്ത കാലത്ത് ഇടതുപക്ഷ MLA ആയിട്ടുള്ള പ്രതിഭയുടെ മകൻ ഇതുപോലെ ഒരു കൂട്ടുകെട്ടിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അതിലൊരാളുടെ കൈവശത്ത് നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്തു. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവ് കേസിൽ അറസ്റ്റിലാക്കി. എന്തേ ടിനി ടോമിന്റെ മകൻ അറസ്റ്റിലായത് അത്ര വാർത്തയല്ല? നേരത്തെ PT തോമസിന്റെ മകനെതിരെ ഉയർന്നു വന്ന ആരോപണം അതേ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ പണ്ട് FIRൽ തിരുത്തുവരുത്തി എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതേ രീതിയിലാണ് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ടിനി ടോമിന്റെ വീട്ടിലേക്ക് കഞ്ചാവ് കേസ് വന്നെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ കേസ് എഴുതിത്തള്ളാനായിട്ട് ഇടപെടൽ നടത്തുമായിരിക്കും. എന്തായാലും സതീശനോടൊപ്പം ചേരുന്നവർക്കെല്ലാം ദൈവം കൊടുക്കുന്ന ആ സമ്മാനങ്ങൾ വലുതാണ്. എന്തൊരു ഐശ്വര്യമാണ്. അതായത് നിങ്ങൾ ആരെയാണോ ചേർന്ന് നിൽക്കുന്ന ആ മഹത് വ്യക്തിയുടെ ഐശ്വര്യം എന്താണെന്ന് കുടുംബത്തിലേക്ക് വന്നു ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് നാടിത് കാണേണ്ടതാണ്. എന്തായാലും ടിനി ടോമിന് കിട്ടിയിരിക്കുന്ന ഐശ്വര്യം അത് ഈ നാടിനെ കൂടി ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രമുഖരായിട്ടുള്ളവരുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, ആഡംബരവും സൗകര്യങ്ങളും കൂടുതലുള്ള കോൺഗ്രസ് തറവാട്ടിൽ പിറന്നവരുടെ വീട്ടിലുള്ള മക്കളെല്ലാം ഇന്ന് സഞ്ചരിക്കുന്നത് ഏത് വഴിയിലാണെന്നുള്ള കാഴ്ചയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരുടെ വീട്ടിലെ കാര്യങ്ങൾ പലതും വലിയ സംഭവബഹുലമായി അവതരിപ്പിക്കുന്നിടത്ത് എന്നാൽ കയ്യോടെ പിടിക്കപ്പെട്ട കേസ് കേരളത്തിൽ വലിയ വാർത്താ ചർച്ചയല്ലാതായി മാറുന്നുണ്ടെങ്കിൽ എന്താണ് ആ വാർത്താ മുക്കലിനുള്ളിലെ ദുരുദ്ദേശമെന്ന് മനസ്സിലാക്കുക. ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസ് നേതാക്കന്മാർ കൂടി ഇടപെടുമ്പോൾ മാധ്യമപ്രവർത്തകർ ആ വാർത്ത മുക്കുന്നുണ്ടെങ്കിൽ ചിലർക്ക് കിട്ടുന്ന ഒരു പ്രത്യേക തരം പ്രിവിലേജ് എന്താണെന്ന് കൂടി അറിയുക. ഇത് ഇവിടുത്തെ സാധാരണക്കാരന് കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രമുഖരാണെങ്കിൽ ഈ നാട്ടിലെ പോലീസ് സംവിധാനത്തിൽ സംഘപരിവാർ വൽക്കരണം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ആ സംഘപരിവാർ വൽക്കരണമെല്ലാം കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ചില FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കാതെ അവരെ സഹായിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഭരണത്തിലില്ലെങ്കിലും കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന പ്രിവിലേജ്. ഇതിപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഇടതുപക്ഷ രാഷ്ട്രീയക്കാരന്റെ മകനായിരുന്നെങ്കിൽ എന്തൊരു വാർത്താ ആഘോഷമായിരുന്നു. ഇവിടെ 2 തരം മാധ്യമ സംസ്കാരമുണ്ടെന്ന് പറയുന്നത് ഇവിടെയാണ്. കേരളത്തിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള കോൺഗ്രസ്സുകാരുടെ മക്കളെല്ലാം അവരുടെ സാമൂഹ്യ പ്രവർത്തനം എന്താണെന്ന് നാട്ടുകാർ കാണേണ്ടതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഈ കേസെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും. ഇതെല്ലാം ടിനി ടോമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സതീശൻ തേച്ചുമാച്ച് കളയാമെന്നുള്ള ഉറപ്പ് വരെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. എന്തായാലും ഈ സംഭവവികാസം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ടിനി ടോം ഈ കേസിൽ ഇടപെടാൻ ആരുടെ സഹായമായിരിക്കും തേടിയിട്ടുണ്ടാവുക? ചിന്തിക്കുന്നവർക്ക് അതിലൊക്കെ ഉത്തരമുണ്ടാകും.